നമ്മള് ക്ലാസ് പറഞ്ഞു നിർത്തി അല്ലേ? നെക്സ്റ്റ് ഈസ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് എന്താണെന്നാ ഞാൻ പറഞ്ഞത്? ഊപ്സില് പറഞ്ഞ കൺസെപ്റ്റ് ആണ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് എന്താ പറഞ്ഞത്? റീയൂസബിൾ കോഡ് നമുക്ക് വീണ്ടും റീയൂസബിൾ ചെയ്യണം. കോഡ് റീയൂസ് ചെയ്യാനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് ഇത് അല്ലേ? ഓക്കെ ഫൈൻ. സോ ഇനി നെക്സ്റ്റ് ഈസ് ഇൻഹെറിറ്റൻസ് തന്നെ പല ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് ഉണ്ട്. ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. 1 സെക്കൻഡ്. നമ്മൾ എടുത്തായിരുന്നോടാ? ഞാൻ തിയറി പോർഷൻ എടുത്തായിരുന്നോ? ഇൻഹെറിറ്റൻസ് പറഞ്ഞു ജസ്റ്റ്. അതും എൻകാപ്സുലേഷനും പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, അതൊക്കെ പറഞ്ഞു. പക്ഷേ അങ്ങനെയല്ല, അതൊരു ജസ്റ്റ് ഡെഫിനിഷൻ പോലെ ഇങ്ങനെ മാം പറഞ്ഞു പോലെയല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്തോട്ടോ റിന്റു. ഞാൻ എന്റെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ. നോട്ട് പാഡ് കാണാവോ? ഓക്കെ. സോ പല ഇൻഹെറിറ്റൻസ് തന്നെ പല തരത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അതിൽ ഫസ്റ്റ് ടൈപ്പ് ഈസ് സിംഗിൾ ലെവൽ ഇൻഹെറിറ്റൻസ്. അതായത് ലെറ്റ്സ് സേ എ എന്ന് പറഞ്ഞൊരു പാരന്റ് ക്ലാസ് ഉണ്ട്. ആ ക്ലാസിന്റെ പ്രോപ്പർട്ടീനെ ബി എന്ന് പറഞ്ഞ ക്ലാസ് അങ്ങനെ തന്നെ അക്വയർ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? സിംഗിൾ ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? സിംഗിൾ ലെവൽ ഇൻഹെറിറ്റൻസ് എന്താണെന്ന്? ഒരു ക്ലാസിന്റെ പ്രോപ്പർട്ടീനെ അങ്ങനെ തന്നെ വേറൊരു ക്ലാസ് അക്വയർ ചെയ്യാണ്. അപ്പൊ ഈ അക്വയർ ചെയ്യപ്പെടുന്ന ക്ലാസിന്റെ പറയുന്ന പേര് പാരന്റ് ക്ലാസ് എന്നും അക്വയർ ചെയ്യുന്ന ക്ലാസിനെ പറയുന്നത് ചൈൽഡ് ക്ലാസ് എന്നുമാണ്. എന്ന് പറയുമ്പോ എന്താണ് മാം? ഒന്നുകൂടെ പറഞ്ഞേ. പാരന്റ് ക്ലാസ്. ബി എന്ന് പറഞ്ഞ ചൈൽഡ് ക്ലാസ് അല്ലേ? Second type is multi-level inheritance. അതായത് എ എന്ന് പറഞ്ഞ ക്ലാസിന്റെ പ്രോപ്പർട്ടിനെ ബി അക്വയർ ചെയ്തു. ബി എന്ന് പറഞ്ഞ ക്ലാസിന്റെ പ്രോപ്പർട്ടീനെ സി അക്വയർ ചെയ്തു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സി ആക്ച്വലി ആരെ മാത്രമേ ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ആരുടെ കോഡിനെ റീയൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ? ശരിക്കും ബിനെ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷെ ബിയുടെ കയ്യിൽ ഇപ്പൊ ആരും കൂടെ ഉണ്ട്? എയും കൂടെ ഉണ്ട് അല്ലേ? സോ അപ്പൊ സി ബിനെ ഇൻഹെറിറ്റ് ചെയ്യുമ്പോ ആരുടെ പ്രോപ്പർട്ടിയും കൂടെ ഒരുമിച്ച് കിട്ടി? ബൈ യെസ്, കറക്റ്റ്. അപ്പൊ ഇതില് എനെ നമുക്ക് വേണമെങ്കിൽ ഗ്രാൻഡ് പാരന്റ് നോഡ് എന്ന് വിളിക്കാം, ഗ്രാൻഡ് പാരന്റ് ക്ലാസ് എന്ന് വിളിക്കാൻ വേണമെങ്കിൽ. ബിനെ പാരന്റ് ക്ലാസ് അല്ലെങ്കിൽ ഇതിനെ എനിക്ക് വേണമെങ്കിൽ എന്ത് വിളിക്കാം? ഇന്റർമീഡിയറ്റ് ക്ലാസ് എന്ന് വിളിക്കാം അല്ലെ? Next is C. C is nothing else but child class. Clear ആണോ?
ഡയാന ക്ലിയർ ആണോടാ? ക്ലിയർ ആണ് മാം. Okay. The next is third one. Multiple inheritance. അതായത് എയും ബിയും എയുടെയും ബിയുടെയും പ്രോപ്പർട്ടീസിനെ സി അക്വയർ ചെയ്യുന്നു. നമ്മളിപ്പോ എങ്ങനെയാ പറഞ്ഞത്? സി ശരിക്കും പറഞ്ഞാൽ ബിനെ മാത്രമേ അക്വയർ ചെയ്യുന്നുള്ളൂ. ഇൻഡയറക്റ്റ് ആയിട്ട് ഏതും കൂടെ കിട്ടി, എനെയും കൂടെ കിട്ടി അല്ലെ? ഇതിന് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ട് തന്നെ എയുടെയും ബിയുടെയും പ്രോപ്പർട്ടീസിനെ സി അക്വയർ ചെയ്യുന്നു. അപ്പൊ ഇവിടെ പാരന്റ് ക്ലാസ് എത്ര എണ്ണം ഉണ്ട്? എത്ര പാരന്റ് ക്ലാസ് ഉണ്ട് ഇവിടെ? രണ്ടെണ്ണം. അതുപോലെ എത്ര ചൈൽഡ് ഉണ്ട്? ഒരു ചൈൽഡ്. അല്ലേ? ക്ലിയർ ആണോടാ? മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്താണെന്ന് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയട്ടെ. സോ അപ്പൊ ഈ എയുടെയും ബിയുടെയും പ്രോപ്പർട്ടീസ് ഒരുപോലെ കിട്ടും സിക്ക്. സിക്ക് അതെ, ഇന്റൻഷണൽ ആയിട്ട് കിട്ടും. മറ്റേത് ഇൻഡയറക്റ്റ് ആയിട്ട് കിട്ടിയതായിരുന്നു അല്ലേ? ഡയറക്റ്റ് അതിന്റെ ആയിട്ട് വ്യത്യാസം ഇൻഡയറക്റ്റ് ആയിട്ട് കിട്ടുകയും ഇന്റൻഷണൽ രണ്ടും ആയിട്ട് സെയിം തന്നെയാണ്. പല തരത്തിൽ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യാമെന്ന് മാത്രം. ഓക്കെ. വ്യത്യാസം അപ്പൊ ഇല്ല. ഡിഫറൻസ് ഇല്ല എന്ന് വെച്ചാൽ നമുക്ക് നമ്മളോടിപ്പോ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇൻഹെറിറ്റ് ദി പ്രോപ്പർട്ടീസ് ഓഫ് 2 ക്ലാസ്സസ് എന്ന് പറയുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്യാം. ഓക്കെ. നമ്മളോട് പറയുന്നത് എയുടെ പ്രോപ്പർട്ടിനെ ബി അക്വയർ ചെയ്യണം, ബിയുടെ പ്രോപ്പർട്ടിനെ സി അക്വയർ ചെയ്യണം. ഒരു എക്സാമ്പിൾ, റിയൽ ടൈം എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. സ്കൂൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. സ്കൂൾ എന്ന ക്ലാസ്സിൽ നിന്ന് ഗ്രേഡ്സ് എന്ന ഒരു ക്ലാസ്സിനെ എടുക്കണം. ആ ഗ്രേഡ്സ് എന്ന ക്ലാസ്സിൽ നിന്ന് പാസ് ഓർ ഫെയിൽഡ് എന്നുള്ള എടുക്കണം. 3 ക്ലാസ് ആയില്ലേ ഇപ്പോ? സ്കൂള്, ഗ്രേഡ്, പാസ് ഓർ ഫെയിൽഡ് അല്ലേ? അതെ, പാസ് ഓർ ഫെയിൽഡ്. അല്ലെങ്കിൽ എങ്ങനെ പറയാം? സ്കൂള്, സ്റ്റുഡന്റ്, ഗ്രേഡ് അങ്ങനെയും പറയാം. സ്കൂൾ എന്ന് വെച്ചാൽ അവിടെ ആരാണ്? ഗ്രാൻഡ് പാരന്റ്. സ്റ്റുഡന്റ് എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ പാരന്റ് ക്ലാസ് ആയി. ഈ സ്റ്റുഡന്റിൽ നിന്നും ഗ്രേഡിനെ അക്വയർ ചെയ്യുമ്പോൾ എന്തായി? സി ചൈൽഡ് ക്ലാസ് ആയി. അല്ലെങ്കിൽ ഇവിടെ ഏതാണ് ചൈൽഡ് ക്ലാസ് ആയിട്ട് വരുന്നത്? ഗ്രേഡ്സ് ആണ് ചൈൽഡ് ക്ലാസ് ആയിട്ട് വരുന്നത്. ഓക്കെ. മനസ്സിലായടാ? അപ്പൊ ഈ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിനകത്ത് എ ആൻഡ് ബി എന്ന് പറയുന്ന പാരന്റ് ക്ലാസ് ആണ്. പാരന്റ് ക്ലാസ് ആണ്. കറക്റ്റ്. മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസിൽ ബി മാത്രമേ പാരന്റ് ക്ലാസ് ആയിട്ടുള്ളൂ സിക്ക്, ആക്ച്വലി സ്പീക്കിംഗ്. പക്ഷെ ബൈ ഡിഫോൾട്ട് ആയതും കൂടെ കിട്ടും എയുടെ പ്രോപ്പർട്ടിനെ കൂടി അങ്ങ് അക്വയർ ചെയ്യും. നമ്മുടെ ആൻസിസ്റ്ററിൽ കിട്ടുന്ന ഒരു പ്രോപ്പർട്ടി നമുക്ക് കിട്ടുന്നത് പോലെ നമ്മുടെ ആൻസിസ്റ്ററിന്റെ പ്രോപ്പർട്ടി നമ്മുടെ പാരന്റ്സിന് കിട്ടിയിട്ടുണ്ടാവും, പാരന്റ്സിൽ നിന്ന് എനിക്ക് കിട്ടി. സെയിം വേണം മൾട്ടി ലെവൽ. മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ മോർ ദാൻ വൺ പാരന്റും സിംഗിൾ ചൈൽഡും ആയിരിക്കും ഉണ്ടായിരിക്കാം. അടുത്തതാണ് ഹയറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്. അതായത് എ എന്ന് പറഞ്ഞ ഒറ്റ ക്ലാസ്സിൽ നിന്നും ബി, സി, ഡി ഒരു പാരന്റിൽ നിന്ന് മൾട്ടിപ്പിൾ ചൈൽഡ് ക്ലാസ് ക്രിയേറ്റ് ആയാൽ എ പാരന്റ് ക്ലാസും ചൈൽഡ്. ക്ലിയർ ആണോടാ?
So, നോട്ട് ചെയ്തെടുത്തോളൂ. മാം ആ ഫോർത്ത് വൺ ഒന്നും കൂടെ പറയോ? പറയാം. സിംഗിൾ പാരന്റ് ആൻഡ് മൾട്ടിപ്പിൾ ചിൽഡ്രൻ, അതാണ് ഹയറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് ഉണ്ടായിരിക്കാം. HI ആണ്. ക്ലിയർ ആണോ അവിടെ ഞാൻ പറഞ്ഞത് ഇപ്പോ? ഡയാന ക്ലിയർ ആയല്ലോ? ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. ഞാൻ നെക്സ്റ്റ് പറയട്ടെ. ഒരു സെക്കൻഡ് മാം. Okay. പറഞ്ഞു മാം. ഓക്കെ. സോ ലെറ്റ്സ് സേ ഞാൻ ഇനി ഇതിൽ ഏതെങ്കിലും ഒരു രണ്ട് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസിനെ തമ്മിൽ കമ്പൈൻ ചെയ്യിക്കുകയാണെന്ന് വിചാരിക്കൂ. അതായത് ലെറ്റ്സ് സേ അതിനെ പറയുന്ന പേരാണ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. അതായത് ഒരു എക്സാമ്പിൾ പറയാം. A, B to C. ഇത് ഏതാണ്? മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് is correct. B to C. താഴെ കൊടുക്കാണ്. C to D. ഇത് ഏതാ? സിംഗിൾ. സിംഗിൾ. സോ ലെറ്റ്സ് സേ ഞാൻ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യിക്കുകയാണ്. പ്ലസ് അതായത് എയുടെയും ബിയുടെയും പ്രോപ്പർട്ടീനെ സി അക്വയർ ചെയ്തു, എന്നിട്ട് സിയുടെ പ്രോപ്പർട്ടിയെ ഡി അക്വയർ ചെയ്തു. അപ്പൊ ഡി അക്വയർ ചെയ്യുമ്പം എ ബി സി കിട്ടിയല്ലോ അമ്മ. എ ബി സി കിട്ടി. കറക്റ്റ്. സോ ഈ ഒരു രീതിയിൽ ഇംപ്ലിമെന്റേഷൻ ചെയ്യണമെങ്കിലാണ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്യുന്നത്. അതായത് കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ. എനിക്ക് ഇതിന്റെ കൂടെ വേണമെങ്കിൽ വേറെ യൂസ് ചെയ്യാം കേട്ടോ. മോർ ദാൻ വൺ ഇൻഹെറിറ്റൻസ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇത് ലീസ്റ്റ് യൂസ്ഡ് ആണ്. മെയിൻ റീസൺ അതിന്റെ കോംപ്ലക്സിറ്റി തന്നെ. നമ്മൾ ലീസ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് കൂടിയാണ് ഇത്.
ക്ലിയർ ആണോടാ? അതെ മാം. നോട്ട് ചെയ്തെടുക്കണ്ടേ പറയണേ. മാം എനിക്ക് ഒരു സെക്കൻഡ് തരാമല്ലോ? ഒരു സെക്കൻഡ് അല്ല, ഒരു 5 സെക്കൻഡേ. ഷുവർ. അങ്ങനെ ടൈം ഒന്നും കാൽക്കുലേറ്റ് ചെയ്യണ്ട. നോട്ട് ചെയ്യണ്ടേ നോട്ട് ചെയ്തോ. ഇല്ല, ഞാൻ ഇപ്പം തിരിച്ചു തരാം. ഓക്കെ. Girls, please stop me, okay? Stop. I'm in the class. So, good evening. Thank you. Discussions. Just for 30 minutes, okay? After that, we're free. Yes. Wait, what is it? Let's find it. Yeah, please. Don't go there. മാം ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസിന് നമ്മൾ എ ബി സി പാരന്റ് ക്ലാസ് ആയിട്ടും ഡി ചൈൽഡ് ക്ലാസ് ആയിട്ടും അങ്ങനെയും വെക്കാൻ പാടില്ലേ? പറ്റും, അങ്ങനെയും വെക്കാം. അതായത് ഒന്നിൽ കൂടുതൽ ഇൻഹെറിറ്റൻസ് ഏതിനെ വേണമെങ്കിലും കമ്പൈൻ ചെയ്യിക്കാം. ഞാൻ വന്നു മാം. ഇപ്പൊ വർക്കിലാണോടാ? അല്ല. ഞാൻ വിചാരിച്ചതോ അല്ല, എന്റെ മോള് ഒരു സ്ലീപ്പ് ഓവർ ഉണ്ട് ഇവിടെ. അപ്പോ രണ്ടുപേരും കൂടെ ലോഫ്റ്റിൽ കിടന്ന് ഭയങ്കര കളിയാ. എനിക്കൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ പെട്ടെന്ന് ഗേൾസിനോട്ട് പോകുന്ന വിചാരിച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് നോർമലി നമ്മള് മീറ്റിംഗ് കഴിയുന്ന സമയത്ത് പറയത്തില്ലേ, അതെ. ഇത്രയും ക്ലിയർ അല്ലേടാ? അതെ. ഓക്കെ, ഫൈൻ. അപ്പൊ ഇനി നമ്മൾക്ക് ഇതിനെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഒരു കാര്യം ചെയ്തോളൂ, ഒരാൾ ഷെയർ ചെയ്തോളൂ സ്ക്രീന്. എടാ സുബിക്തി എന്താടാ ജോയിൻ ചെയ്യാൻ? സുബിക്തി അജിത്രേ അറിയോ? സുബിറ്റിയുടെ മോക്ക് പനിയാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഓക്കെ. അജിത്രയുടെ കാര്യം അറിയാവോ? അജിത്രയ്ക്കും പനി മാറിയില്ല, മൺഡേ മുതൽ കേറാന്ന് പറഞ്ഞു. ഓക്കേടാ, ഓക്കെ ഫൈൻ. ആരാ ഷെയർ ചെയ്യുന്ന? ഒരാൾ ഷെയർ ചെയ്തോ. ശിഖ അല്ലെങ്കിൽ ഒരാൾ ഷെയർ ചെയ്തോ. മാം ഞാൻ ഷെയർ ചെയ്യാവേ. ഷെയർ ചെയ്തോ. ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യൂ, സിംഗിൾ ലെവൽ ഇൻഹെറിറ്റൻസ്. ഗ്രൂപ്പ്സിനകത്താണോ മാം? അതെ. സിംഗിൾ ലെവൽ ഇൻഹെറിറ്റൻസോ? സിംഗിൾ ലെവൽ ഇൻഹെറിറ്റൻസ്. ഓക്കെ. അതിൽ ഫസ്റ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തോളൂ, ആനിമൽ. ഫസ്റ്റ് ഫയൽ ക്രിയേറ്റ് ആനിമലോ? ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക ഇവിടെ, ആനിമൽ എന്ന് പറഞ്ഞിട്ട്. ഒബ്ജക്ട്സ് ആൻഡ് ക്ലാസ്. മാം ഇങ്ങനെയല്ലേ? അതെ, കോളൻ. ഓക്കെ. ഇനിറ്റൊന്നും വേണം നിർബന്ധമില്ല. ജസ്റ്റ് ഒരു
അല്ലെങ്കിൽ ഇനിറ്റ് കൊടുത്തോളൂ. സോറി, ഇനിറ്റ് കൊടുത്തോളൂ. ഡെഫ് ഇനിറ്റ് കൊടുത്തോളൂ. ഡെഫിനിറ്റ്. യെസ്. നെയും ഏജിന്റെ പകരം അവിടെ ജസ്റ്റ് വേറെ എന്തെങ്കിലും വേരിയബിൾ കൊടുത്തോളൂ. അവിടെ മേക്ക് സൗണ്ട് എന്ന വേരിയബിൾ കൊടുക്കും. അവിടെ സൗണ്ടോ? സൗണ്ട് സൗണ്ട്. എന്നിട്ട് പ്രിന്റ് ചെയ്യേണ്ടത് മേക്ക് സൗണ്ട്. ഓക്കെ, സെൽഫ് ഡോട്ട് സൗണ്ട് ഈക്വൽ സൗണ്ട്. സെൽഫ് ഡോട്ട് സൗണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഓക്കെ, എക്സിക്യൂട്ട് ചെയ്യാൻ വരട്ടെ. ഇനിയുണ്ട് ചെയ്യാൻ. ഇത് ക്ലിയർ ആണോ? എല്ലാവരും എത്തിയോ? ഡയാന ആൻഡ് ശിവ എത്തിയായിരുന്നോ? മാം, അതെ. നമ്മള് ഡെഫിനിറ്റില് കൺസ്ട്രക്ടർ വെച്ചിട്ട് നമ്മള് സെൽഫ് ഡോട്ട് സൗണ്ട് എടുത്തു. എന്നിട്ട് അതിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഫംഗ്ഷൻ വിളിച്ചല്ലേ? അതെ. ഇനി ഒരു കാര്യം ചെയ്യൂ. ഇതേ പാക്കേജിൽ അടുത്തൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യൂ, ഡോഗ് എന്ന് പറഞ്ഞിട്ട്. ഇതിനകത്ത് തന്നെയാ? ആ, ക്ലാസ് ക്രിയേറ്റ് ചെയ്യൂ. ബ്രാക്കറ്റ്സില് ഡോഗ് കഴിഞ്ഞ് ബ്രാക്കറ്റ്സ് ഇടൂ. കോളൻ അല്ല, ആദ്യം ബ്രാക്കറ്റ്സ് ഇടൂ. അവിടെ ആനിമൽ എന്ന് പാസ് ചെയ്യൂ. ഓക്കെ, ആനിമൽ ഒന്ന് ഇമ്പോർട്ട് ചെയ്യൂ കേട്ടോ. എങ്ങനെയാ മാം? ഇമ്പോർട്ട് ചെയ്യൂ. എന്ന് പറയുമ്പോ അവിടെ സെലക്ട് ചെയ്താൽ കാണുന്നില്ല, ഇമ്പോർട്ട് ഓപ്ഷൻ വരും. ഇതാണോ? ആ റെഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ. ഇൻസ്റ്റാൾ കൊടുക്കരുത്. നോ കൊടുക്കൂ. റീനെയിം റെഫറൻസ് കൊടുക്കൂ. ഓക്കെ, ഞാൻ കഴ്സറോടെ നോക്കൂ. ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? ഡോഗ് അല്ലടാ, ആനിമൽ എന്ന് കൊടുക്കാം. അവിടെ അങ്ങനെ കൊടുത്തിട്ട് റെഫറൻസ് കൊടുക്കുമ്പോ അങ്ങനെയാ വന്നേ? റെഫറൻസ് കൊടുക്കണ്ട, ജസ്റ്റ് ആനിമൽ തന്നെ കൊടുത്തോളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്ലാസ് ഡോഗ് ആനിമൽ എന്നുള്ളത് നേരെ നമ്മുടെ ആനിമൽ വ്യൂവിന്റെ താഴെ വന്ന് കൊടുക്കൂ. ഇപ്പൊ ഇങ്ങനെ മാം ഇത് അത് അങ്ങനെ തന്നെ കോപ്പി എടുക്കൂ. നെക്സ്റ്റ് മറ്റേതാണ് ആനിമൽ ഡോഗ് പിവേക്ക് വരൂ. ഇവിടെ അത് കഴിഞ്ഞിട്ട് അവിടെ ടൈപ്പ് ചെയ്യൂ. ഇവിടെയാണോ? അവിടെ ടൈപ്പ് ചെയ്തോളൂ. സൗണ്ട് കഴിഞ്ഞിട്ടല്ലേ? സൗണ്ട് കഴിഞ്ഞിട്ട്. മാം ഇതിന്റെ അകത്ത് തന്നെയാണോ അതിന് ഇതിനകത്ത് നിന്ന് പുറത്തു വന്നോ? അല്ല, അതിന്റെ പുറത്ത് വന്നിട്ട്. ഇങ്ങനെയല്ലേ? അതെ. ഞാൻ കോളം കൊടുക്കൂ. താഴെ കൊടുത്തോളൂ. സൗണ്ട് വേണ്ട, വേറെ ഉണ്ടാക്കുക. ബാർക്ക് എന്ന് കൊടുത്താറോ? ബാർക്ക് കൊടുത്തു. ബാർക്ക് വേണ്ട, അവിടെ ഈറ്റ് എന്ന് കൊടുക്കൂ. ഈറ്റോ? ഈറ്റ്. ഓക്കെ, സെൽഫ് ഡോട്ട് ഈറ്റ് ഈക്വൽസ് ഈറ്റ്. അല്ലെങ്കിൽ ഫുഡ് എന്തെങ്കിലും കൊടുത്തോളൂ. ഈറ്റോ ഫുഡോ അങ്ങനെയും കൊടുക്കൂ. ഫുഡ് കോമ സൗണ്ട്. യെസ്. എന്താ അങ്ങനെ വന്നേ? പറഞ്ഞുതരാം, റീസൺ പറഞ്ഞുതരാം. അതായത് നമ്മളിവിടെ ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വിളിക്കുമ്പോൾ ബൈ ഇറ്റ്സെൽഫ് ആരെയും കൂടെ നമ്മൾ ഇൻവോക്ക് ചെയ്യുന്നുണ്ട്? ആനിമലിന്റെ അകത്തുള്ള കൺസ്ട്രക്ടറിനെ കൂടെ ഇൻവോക്ക് ചെയ്യുന്നുണ്ട്, ഇല്ലേ? സോ ആനിമലിന്റെ കൺസ്ട്രക്ടർ ആരെയും എക്സ്പെക്ട് ചെയ്യുന്നേ?
സൗണ്ട്. സൗണ്ടിന് അല്ലേ? അല്ലേ ശിഖ? ക്ലിയർ അല്ലടാ? ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഉണ്ടോ അവിടെ? ഞാൻ ലാസ്റ്റിൽ പറയാം മാം. ഇപ്പൊ പൊക്കോ ഒരു. ഓക്കെ ഫൈൻ. സോ ഈ സൗണ്ട് എന്ന് പറഞ്ഞ വേരിയബിൾ അല്ലെങ്കിൽ സൗണ്ട് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ആനിമലിൻ്റെതാണ്. ആൻഡ് ആനിമലിനെ ഇനി ഇൻഡയറക്റ്റ് ആയിട്ട് വിളിക്കുന്ന പോയിന്റിലും ഇത് ഈ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അല്ലേ? മാം ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പറഞ്ഞു. സോറി. പറയാം. സോ ഇവിടെ ആനിമൽ എന്ന് പറഞ്ഞ ക്ലാസിന്റെ പ്രോപ്പർട്ടി ഏതാ എന്ന് പറഞ്ഞ ശിഖ? സൗണ്ട്. സൗണ്ട്, യെസ്. ആൻഡ് ഡോഗിന്റെ പ്രോപ്പർട്ടി ഏതാണ് ആക്ച്വലി? ഫുഡ്. ഫുഡ്. സോ ഞാനിപ്പോ ഈ ഡോഗിന് വേണ്ടി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇന്റേണൽ ആയിട്ട് ഈ ആനിമലിന്റെ കൺസ്ട്രക്ടർ ഇൻവോക്ക് ആവത്തില്ലേ? ഇൻവോക്ക് ആവുമ്പോ അവിടെ എനിക്ക് സൗണ്ട് പാസ് ചെയ്യാനുണ്ടോ? ഇല്ല. ഓക്കെ. ഇല്ലല്ലോ. സോ അതിന് വേണ്ടിയിട്ടാണ് ഡെഫ് ഫുഡ് കോമ സൗണ്ട് എന്ന് കൊടുത്തത്. മനസ്സിലായോ? ഓക്കെ. ഇനി പാരന്റ് ക്ലാസ്സിലുള്ള എന്തെങ്കിലും ഒന്നിനെ വിളിക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് സൂപ്പർ. ഓക്കെ. ടൈപ്പ് ചെയ്തോളൂ കേട്ടോ. സൂപ്പർ SUPER. അതെ, സജഷൻ വന്നു. സൂപ്പർ ഡോട്ട് ഇനിറ്റ് ഡോട്ട് സൗണ്ട്. ഓക്കെ. താഴെ കൊടുത്തു സെൽഫ് ഡോട്ട് ഫുഡ് ഈക്വൽസ് ഫുഡ്. ഫുഡ്. ഓക്കെ. ഫുഡ് ഈക്വൽസ് ഫുഡ്. ഓക്കെ. ഇനി ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തോളൂ ഡോഗിന്. എങ്ങനെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക ഡോഗിന്? ഡോഗിന് വരുമ്പോ ഡെഫ് ആണോ മാം? ഡെഫ് അല്ല. ഡെഫ് സ്പീക്ക് കൊടുക്കണം. അത് കൊടുത്തോളും വരും. ഡെഫ് സ്പീക്ക്. അത് കഴിഞ്ഞിട്ട് പറയാന്ന് വെച്ചാൽ എന്തായാലും കൊടുത്തോളൂ. ഡെഫ് സ്പീക്ക് സെൽഫ്. ഞാൻ ഫുഡിനെ പ്രിന്റ് ചെയ്യിച്ചേ. ഇതാണോ പ്രിന്റ് സെൽഫ് ഫുഡ്? പക്ഷെ എനിക്ക് ഓക്കെ, ഇത് നമ്മൾ ഡിസ്പ്ലേ അല്ല. ഇല്ല, ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. എനിക്കിത് മനസ്സിലായില്ലല്ലോ. അതായത് ഇവിടെ ഈ പ്രിന്റ് സെൽഫ് ഡോട്ട് ഫുഡ് വിളിക്കുന്നതിന് മുൻപ് തൊട്ട് മുകളിൽ ലൈൻ ടൈപ്പ് ചെയ്യൂ. സൂപ്പർ ഡോട്ട് ബ്രാക്കറ്റ്സ്. സൂപ്പർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഇടൂ. സ്പീക്ക്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഇട്ടോളൂ. അതായത് സ്പീക്ക് എന്ന് പറഞ്ഞ ഇതേ നെയിമിലുള്ള ഒരു ക്ലാസ് ഫംഗ്ഷൻ എവിടെയുണ്ട്? പാരന്റിലുണ്ട് അല്ലേ? സ്പീക്കോ? സ്പീക്ക് മുകളിലില്ലേ? ഇത് ഓക്കെ. യെസ്. സോ ഇവിടെ സ്പീക്കിന്റെ ഇവിടെ വന്നിട്ട് ഞാൻ പറയുവാണ്, അതായത് ഈ പാരന്റ് ക്ലാസ്സിലും സ്പീക്ക് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, അവരെയും കൂടെ എനിക്ക് പ്രിന്റ് ചെയ്യിക്കണം. മനസ്സിലായോ? കൺസെപ്റ്റ് മനസ്സിലായോടാ? സൂപ്പർ ഡോട്ട് സ്പീക്ക് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? അവിടെ നമ്മുടെ പാരന്റ് ക്ലാസ്സിലുള്ള സ്പീക്കിനെയാണ് ഇൻവോക്ക് ചെയ്യുന്നത്. ഓക്കെ. ഞാൻ താഴെ ടൈപ്പ് ചെയ്തോളൂ. പക്ഷേ ഓക്കെ. മനസ്സിലായി. അപ്പൊ നമ്മള് പ്രിന്റ് ചെയ്യിപ്പിക്കല്ലേ സെൽഫ് ഡോട്ട് സൗണ്ട്? അതെ.
ഓക്കെ, ഡോഗ് ഒന്ന് ഇനി ഈ ഫയൽ ഇനി എന്ത് ചെയ്യാം, ഈ ഡോഗിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം നമുക്ക്. ഇവിടെ ഒരു കാര്യം കൂടെ, ഇവിടെ രണ്ട് സ്ഥലത്ത് സ്പീക്ക് എന്ന ഫംഗ്ഷൻ കൊടുത്തിട്ടില്ലേ? ആ. ലെറ്റ്സ് ഞാൻ ഈ സൂപ്പർ ഡോട്ട് സ്പീക്ക് കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കും. ഉം. എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഈ സ്പീക്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള കമന്റ് ഉണ്ടല്ലോ, സെൽഫ് പ്രിന്റ് ഓഫ് സെൽഫ് ഡോട്ട് സൗണ്ട് എന്നുള്ളത്, ആ. അത് എക്സിക്യൂട്ട് ആവത്തില്ല. ഫുഡ് മാത്രമേ വരുള്ളൂ. അതെ, ഫുഡ് മാത്രമേ വരത്തുള്ളൂ. ഫുഡ് കാരണം എന്താണ്, ഇവിടെ ചൈൽഡ് ക്ലാസ്സിൽ എന്താണോ കൊടുത്തിട്ടുള്ളത്, ചൈൽഡ് ക്ലാസ്സിൽ നമ്മളിവിടെ എന്താണോ കൊടുത്തിട്ടുള്ളത് അതിനെ മാത്രമേ പ്രിന്റ് ആവത്തുള്ളൂ. മാം ഇവിടെ ചൈൽഡ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഡോഗ് അല്ലേ? ഡോഗ്, അതെ. അതായത് ഇവിടെ നിങ്ങൾ സൂപ്പർ ഡോട്ട് സ്പീക്ക് വിളിച്ചില്ലെങ്കിൽ ഇവിടെ പാരന്റിലുള്ള ഡെഫ് സ്പീക്ക് വർക്ക് ആവത്തില്ല. പകരം അതിന് ഓവർ റൈറ്റ് ചെയ്ത് എവിടെ വന്ന് വർക്ക് ആവും, നമ്മുടെ ചൈൽഡ് ക്ലാസ്സിൽ വന്നിട്ട് വർക്ക് ആവും. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ലൈൻ നമ്പർ 9 ഇല്ലേ, ഇതിനകത്ത് നമ്മൾ സൂപ്പർ ഡോട്ട് സൗണ്ട് എന്ന് കൊടുത്താൽ പോരെ, ഇനിറ്റിന്റെ ആവശ്യമുണ്ടോ? ഇനിറ്റിന്റെ ആവശ്യമുണ്ട്. ഇനിറ്റ് എന്തിനുള്ളതായിരുന്നു? കൺസ്ട്രക്ടറിന്റെ. സോ സൂപ്പർ ഡോട്ട് കൺസ്ട്രക്ടർ അല്ലേ നമ്മളവിടെ വിളിക്കുന്നേ. നമുക്ക് നെക്സ്റ്റ് ലൈനിൽ ആ സൂപ്പറിൽ ക്ലാസ് ഫംഗ്ഷനെ വേണമായിരുന്നു. നമ്മൾ എന്താ വിളിച്ചോളെ, സൂപ്പർ ഡോട്ട് സ്പീക്ക് എന്നല്ലേ വിളിച്ചേ? ആ, ഓക്കെ. അതേപോലെ കൺസ്ട്രക്ടർ ആണെങ്കിൽ ഡോട്ട് ഇനിറ്റ് എന്ന് പറഞ്ഞിട്ട് വേണം വിളിക്കാൻ. അതിന്റെ ഫോർമാറ്റ് ആണ് അത്, അങ്ങനെ തന്നെ ഫോളോ ചെയ്യണം. ഓക്കെ ഓക്കെ ഓക്കെ. മനസ്സിലായടാ? ഇനി ഒന്ന് ഇൻവോക്ക് ചെയ്തേ ഡോഗിനെ. എൻ്റർ അടിക്കുക, ബാക്ക് സ്പേസ് അടിക്കുക, ബാക്ക് സ്പേസ് അടിച്ചോളൂ. ക്ലാസിന്റെ ലെവലിലേക്ക് കൊണ്ടുവരാം നമുക്ക്. എന്നിട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് എങ്ങനെയാണെന്നാ പറഞ്ഞേ? ഇതല്ലേ മാം? ഇതല്ലേ? ആ അതന്നെ, ഇത് അതെ, സെയിം ഇതേപോലെ തന്നെ ഡോഗിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഡോഗ് ഈക്വൽസ് ആനിമൽ എന്ന് വരും അല്ലേ? ഡോഗ് 1 ഈക്വൽസ് ഡോഗ്. കാരണം എന്താ, സോറി എനിക്കിവിടെ ചൈൽഡിനെ വേണം അക്വയർ ചെയ്യാൻ. പോയി ഫുഡ് ക്യാറ്റോ? സൗണ്ടിനോടെ ബാർക്കെന്ന് കൊടുത്ത വേണമെങ്കിൽ. ഇനി മാം ഒരു സംശയം ചോദിച്ചോട്ടെ, നമ്മളിപ്പോ ഈ ഡോഗ് 1 ഈക്വൽ ടു ഡോഗ് ഈ ചൈൽഡിന്റെ ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്തത്, നമുക്ക് ഈ പേരന്റിന്റെ ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്യണ്ടേ? വേണ്ട. ഓൾറെഡി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പകരമാണ് നമ്മൾ സൂപ്പർ എന്ന കീവേഡ് യൂസ് ചെയ്തത്. ഓക്കെ. സൂപ്പർ എന്ന കീവേഡ് എന്താ ചെയ്യുന്നേ, പാരന്റ് ക്ലാസ്സിലുള്ള ആൾക്കാരെ വിളിക്കുകയല്ലേ ചെയ്യുന്നേ. അപ്പൊ ഓൾറെഡി ചൈൽഡിനകത്ത് പാരന്റിന്റെ എല്ലാം ഉണ്ടെന്നാണ്. അതെ, ഓക്കെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൂപ്പർ എന്ന കീവേഡ് യൂസ് ചെയ്തത്. അങ്ങനെ പാരന്റിനെയും ചൈൽഡിനെയും ഒബ്ജക്ട്സ് പിന്നെയും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇൻഹെറിറ്റൻസിന് മീനിങ് ഇല്ലല്ലോ. ഇനി എന്ത് ചെയ്യാ, ഡോഗ് 1 ഡോട്ട് സ്പീക്ക്. അതെന്തിനു വേണ്ടിയിട്ടാ? ഡോഗ് 1 ഡോട്ട് സ്പീക്ക് എന്തിനു വേണ്ടിയാ വിളിക്കുന്നേ? ശിഖ പറഞ്ഞേടാ. ശിഖ കേക്കുന്നില്ലേ? ഞാൻ കേക്കുന്നുണ്ട്. ഓക്കെ, ഡോഗ് 1 ഡോട്ട് സ്പീക്ക് എന്തിനാ ഇൻവോക്ക് ചെയ്തെന്ന് പറഞ്ഞേ? ഡോഗ് 1 ഡോട്ട് എവിടെ ഫോക്കസ് പോയി തോന്നി, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം വിളിച്ചത്.
മാം മറ്റേ ഡോഗ് 1 ഇസ് ഈക്വൽ ടു അതൊന്ന് പറയോ? കേട്ടില്ല, നെറ്റ് കട്ടായി. ഏതാടാ ഡോഗ് 1ന്റെ? ആ ഡോഗ് 1 ഈക്വൽസ് നമ്മൾ ക്ലാസ് പഠിച്ച സമയത്ത് നമ്മളൊരു ഫോർമാറ്റ് യൂസ് ചെയ്തില്ലായിരുന്നു അവിടെ. ഏതായിരുന്നു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത ഫോർമാറ്റ് ഏതായിരുന്നു? ആ നെയിം ഇതൊക്കെ ഉള്ളല്ലേ മാം? അതെ, നെയിമും ഏജും ഒക്കെ ഉള്ളത് തന്നെ. ആ ഫോർമാറ്റിലാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. കാരണം എന്താ? നമ്മളിവിടെ പാസ് ചെയ്യുന്നത് എന്ത് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ടർ ആടാ? ഡോഗിന്റെ സൗണ്ട്. ഡോഗിന്റെ സൗണ്ട് പാസ് ചെയ്യുന്നുണ്ട്, പാരാമീറ്റർ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഫ്രീക്ക്. അപ്പൊ നമ്മൾ അവിടെ എന്താ ഇൻവോക്ക് ചെയ്യേണ്ടത്? ഫുഡിന്റെ സൗണ്ടിന്റെ ഇത്. അതെ. ഇപ്പൊ ക്ലിയർ ആയോ? മാം ആ ലാസ്റ്റ് ഒന്ന് പറഞ്ഞു, എനിക്ക് മൊത്തത്തിൽ പറഞ്ഞുതരാം. എവിടെ എക്സ്ട്രാ ഫോക്കസ് വിട്ടുപോയിരിക്കുന്നത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. സോ ഇവിടെ ക്ലാസ് ആനിമൽ ക്രിയേറ്റ് ചെയ്ത ഡൗട്ട് ഉണ്ടോ? ഇല്ല അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. അവിടെ ഡൗട്ട് ഇല്ല, ക്ലിയർ ആണല്ലോ അല്ലെ? ക്ലിയറാ. ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ബ്രാക്കറ്റ്സിൽ എന്താ പാസ് ചെയ്തിട്ടുള്ളത്? ആനിമൽ. സോ ആനിമൽ എന്ന് വെച്ചാൽ എന്താണ്? അവിടെ പാരന്റ് അല്ലേ? അത് പാരന്റ് ആണ്. ഇനി മാം ഒരു കാര്യം ചോദിച്ചട്ടെ, പിന്നെ എന്തിനാണ് നമ്മൾ വേറൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് ഡോഗ്? ഞാൻ ആക്ച്വലി വിചാരിച്ചത് ഇവിടെ തന്നെ ചെയ്യാതെ വേറൊരു ഫയലിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. പക്ഷെ ഇമ്പോർട്ട് വർക്ക് ആവുന്നില്ല. അപ്പൊ ഇതിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ല, ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അത് വന്നപ്പോ എനിക്ക് കൺഫ്യൂഷൻ ആയത് എങ്ങനെയത് ഡിലീറ്റ് ചെയ്തു. ഞാൻ വേറൊരു ഫയലില് ക്ലാസ് ക്രിയേറ്റ് എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് ഡിലീറ്റ് ചെയ്തു. എവിടെയാ മാം ഡിലീറ്റ് ഓപ്ഷൻ? ഇവിടെ ഡോഗ് ഓഫ് ആനിമൽ എന്ന് പറഞ്ഞപ്പോ ഇവിടെ ഇപ്പൊ ആരാണ് ചൈൽഡ്, ആരാണ് പാരന്റ് എന്ന് പറഞ്ഞേ? ഡയാന, അതുപോലെ തന്നെ പേരന്റ് ആനിമൽ വന്നു. പാരന്റ് ആനിമൽ അല്ലേ മാം? പാരന്റ് ആനിമൽ. ചൈൽഡ് ഏതാണ്? ചൈൽഡ് വന്നിട്ട് പിന്നെ സൗണ്ട് വന്നു. ചൈൽഡ് ഏതാ? ചൈൽഡ് ക്ലാസ് ഏതാ? ഡോഗ്. കറക്റ്റ്. ഡോഗ് ചൈൽഡ് ക്ലാസ്സും ആനിമൽ പാരന്റ് ക്ലാസ്സും അല്ലേടാ? അവിടെ വെച്ചിട്ടാണ് കിട്ടാത്ത. നമ്മൾ എങ്ങനെയാ പറഞ്ഞത്? അത് പാരന്റ് ക്ലാസിന്റെ പ്രോപ്പർട്ടിനെ ചൈൽഡ് ക്ലാസ് അക്വയർ ചെയ്യുന്നല്ലേ പറഞ്ഞേ? അതെ. പാരന്റ് ക്ലാസ് ആനിമൽ ഉള്ള ഡൗട്ട് ഇല്ലല്ലോ. ഇല്ല. അതിന്റെ പ്രോപ്പർട്ടീസിനെ ആരും അക്വയർ ചെയ്യുന്നത്? ഏത് ക്ലാസ് അക്വയർ ചെയ്യുന്നേ? ഡോഗോ. ആനിമൽ ക്ലാസിന്റെ പ്രോപ്പർട്ടിനെ ആരാണ് അക്വയർ ചെയ്യുന്നേ? ഡോഗ്. അപ്പൊ ആരാ ചൈൽഡ് ക്ലാസ്? ചൈൽഡ് ആണ് അക്വയർ ചെയ്യുന്ന പേരന്റിന്റെ. സോ ഇവിടെ ആനിമൽ പേരന്റും ഡോഗ് ചൈൽഡും. യെസ്, അതെ, ഡോഗ് ചൈൽഡും ആണ്. കറക്റ്റ്. അപ്പൊ മാം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതെങ്ങനെ വരുന്നത്? ക്ലാസ് ചൈൽഡ് ക്ലാസ് ബ്രാക്കറ്റ്സിൽ പാരന്റ് ക്ലാസ്. ഫോർമാറ്റ് ആണോ കൺഫ്യൂഷൻ ആവുന്നേ? എന്തോ ഞാൻ എല്ലാത്തിന്റെ ഈ സിൻടാക്സ് അല്ലെങ്കിൽ ആ ഫോർമാറ്റും നോക്കും. അതുപോലെ തന്നെ ഈ ഓക്കെ. എന്നിട്ട് മാം ഒന്ന് പറഞ്ഞേ ഒരു വട്ടം കൂടെ, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു. സിൻടാക്സ് ചാറ്റിൽ ഇട്ടാൽ അപ്പൊ നിനക്ക് ഒന്നുകൂടി ക്ലാരിറ്റി കിട്ടും അതില്. ക്ലാസ് ചൈൽഡ് നെയിം. ഇപ്പം ഫോർ ആൻ എക്സാമ്പിള് നമ്മുടെ ലാസ്റ്റ് നെയിം പാരന്റിന്റെ നെയിം പോലെ ഇപ്പൊ അങ്ങനെ ആലോചിക്കാം. അങ്ങനെയാണ് അപ്പൊ നമ്മളെ വിളിക്കുന്നത്, റൈറ്റ്? അതാണോ അവിടെ? ഓക്കെ.
ഓക്കെ. ഇങ്ങനെയായിരിക്കും ഫോർമാറ്റ് വരുന്നത്. ചൈൽഡ് ക്ലാസ് നെയിം ആൻഡ് പേരന്റ്. ഓക്കെ. ഇപ്പൊ ഒന്നും കൂടി എനിക്ക് ക്ലിയർ ആയി മാം. ക്ലിയർ എനിക്ക് ആയില്ലേ? തോന്നുന്നു അവിടെ ഞാനൊരു അവിടെ ഒന്ന് എനിക്ക് കൺഫ്യൂസ്ഡ് അറിയാം. ആയിപ്പോയി അല്ലേ? ഒന്ന് ലോസ്റ്റ് ആയിപ്പോയി അവിടെ അല്ലേ? അത് മാറിപ്പോയി എന്ന് തോന്നുന്നു. അതാ മാം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ ഞാൻ ആക്ച്വലി ഞാനിങ്ങനെ പ്രോസസ് ചെയ്യായിരുന്നു, പക്ഷെ എനിക്കൊന്നും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പോരട്ടെ. ഓക്കെ, പാരന്റ് ആൻഡ് ക്ലാസ്. അത് കഴിഞ്ഞ് പിന്നെ അവര് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിട്ട് എനിക്ക് വയ്യ, എവിടെ വെച്ചാ കൺഫ്യൂഷൻ ആയ പറഞ്ഞു? എനിക്ക് മൊത്തത്തിൽ അങ്ങോട്ട് പറയാൻ പോലും പറ്റുന്നില്ല. ഞാൻ സ്റ്റക്ക് ആയിരിക്കും. ഓക്കെ ഫൈൻ, ഞാൻ പറയാം. ഞാൻ തുടക്കം തൊട്ട് പറയാം. അതിൽ ഏത് പോയിന്റിൽ വെച്ചാൽ മിസ്സായെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ ആണോ? സോ ആദ്യത്തെ പാരന്റ് ക്ലാസ് ഡൗട്ട് ഇല്ല, ക്ലിയർ ആണ്. ഞാനിപ്പോ ഫോർമാറ്റിൽ ഒരു ചൈൽഡ് ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്തു. അതൊരു ക്ലിയർ ആണോ? അതും ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് അണ്ടർസ്കോറിനെ ഡബിൾ അണ്ടർസ്കോർ സെൽഫ് പാരാമീറ്റർ ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. ഫുഡ് കോമ സൗണ്ട് അല്ലേ? ഓക്കെ. ഇതിൽ ഫുഡ് എന്ന് പറയുന്നത് ആരുടെ പ്രോപ്പർട്ടിയാ? ഫുഡ് എന്ന് പറയുന്നത് ആരുടെ പ്രോപ്പർട്ടി ആയിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആനിമലിന്റെ പ്രോപ്പർട്ടി, ഡോഗിന്റെ പ്രോപ്പർട്ടി. കാരണം എന്താ? ഈ ഫുഡ് എന്ന് പറയുന്നത് ഡോഗിൽ മാത്രം ഉള്ളതല്ലേ? ആനിമലിലുണ്ടോ? മാം ശരിക്കും ഒരു സെക്കൻഡ്, ഞാൻ ഒന്നും കൂടെ ഒന്ന് നോക്കട്ടെ. ഇതിപ്പോ എനിക്ക് ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഈ ഫുഡ് അവിടെ എവിടെ ഈ അനിമലിൽ ഉണ്ടോന്ന് ചോദിക്കുന്നത്? സെക്കൻഡ് റിന്റു ഷെയർ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും. ശരിയായിട്ട് സ്ക്രീൻ കാണുമെങ്കിൽ ഒന്നുകൂടെ ക്ലിയർ ആവും. ഓക്കെ. എന്റെ സ്ക്രീൻ ഓക്കെ, കാണാമോ? ഒരു സെക്കൻഡ് ഞാൻ വലുതാക്കട്ടെ. ഓക്കെ, ആ ആനിമൽ അവിടെ. ഓക്കെ ഫൈൻ. അവിടെ ആനിമലിന് എന്താ ഒരു പ്രശ്നമുണ്ടല്ലോ? ആ ആനിമലിനെ അവിടെ ഒന്ന് പിടിച്ച് എവിടെ? അത് ലൈൻ നമ്പർ 7 എന്തൊരു എറർ കാണിക്കുന്നേ? അവിടെ അതിന്റെ മേലെ ഹോവർ ചെയ്തേടാ. ആനിമലിന്റെ മേലെ ഹോവർ ചെയ്. മാം അവിടെ ക്ലാസിന്റെ അവിടെയാണോ? യെസ്, അത് ഇൻഡന്റേഷൻ എറർ ആണത്. ക്ലാസ്സിന് ഒന്ന് ബാക്ക് സ്പേസ് അടിച്ചേ. ലൈൻ നമ്പർ 7 ഒന്ന് ബാക്ക് സ്പേസ് അടിച്ചേ. ഓക്കെ, ഇവിടെ. ഓക്കെ, ഇൻഡന്റേഷൻ എറർ ആണ്. യെസ്, ഇപ്പോ ശരി. ഓക്കെ, സോ ഇവിടെ ക്ലാസ് ഡോഗ് ആനിമൽ ഡൗട്ട് ഇല്ല, ക്ലിയർ ആണ്. ക്ലിയർ, അത് ക്ലിയർ. നെക്സ്റ്റ് സ്റ്റെപ്പ് അണ്ടർസ്കോർ ഇൻറ്റ് എന്താ സാധനം അത് പറഞ്ഞേ. അണ്ടർസ്കോർ ഇത് നമ്മള് പഠിച്ചതല്ലേ? കൺസ്ട്രക്ടർ അല്ലേ? കൺസ്ട്രക്ടർ അത് പഠിച്ചതല്ല, അത് മനസ്സിലായി. ഇതിങ്ങനെ ഈ വരുന്ന ഈ ഫുഡും സൗണ്ടും പറഞ്ഞുതരാം. സോ ഇവിടെ സൗണ്ട് എന്ന് പറഞ്ഞ പാരാമീറ്റർ വേറെ എവിടെയെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? നമ്മള് മേളില് പാരന്റിൽ യൂസ് ചെയ്തിട്ടുണ്ട്. സോ അത് പാരന്റിന്റെ പാരാമീറ്റർ ആണ് അല്ലേ? അല്ലെങ്കിൽ പ്രോപ്പർട്ടി ആണെന്ന് പറയാം. അപ്പൊ ഫുഡ് എന്ന് പറയുന്നത് ഏത് ക്ലാസിന്റെ പ്രോപ്പർട്ടി ആയിരിക്കും? ആനിമലിന്റെ. സോറി ഡോഗിന്റെ. അപ്പൊ മാം അതായത് സൗണ്ട് ആനിമലിന്റെ ആയതുകൊണ്ടാണ് മാം പറഞ്ഞത് പിന്നെ പാരന്റിനെ എടുക്കണം എന്ന് പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞുതരാം. അതെന്തിനാ യൂസ് ചെയ്തത് ഞാൻ പറഞ്ഞുതരാം. അതല്ലേ കൺഫ്യൂഷൻ ആവുന്നേ? അതാണ് എനിക്ക് നോക്കിയിട്ട് പറയുമ്പോ എനിക്ക് മനസ്സിലാവുന്നില്ല എവിടെയാ ഞാൻ നോക്കേണ്ടതെന്നുള്ളത്. ഞാൻ പറയാം. ഇപ്പൊ നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഫംഗ്ഷന് ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു അല്ലേ? ഒരു കാര്യം ചെയ്തേ, ഇവിടുന്ന് സൗണ്ട് അങ്ങ് റിമൂവ് ചെയ്തേ. എവിടുന്ന് മാം? ലൈൻ നമ്പർ 8 സൗണ്ട് അങ്ങ് റിമൂവ് ചെയ്തേക്ക്. ഓക്കെ, ഇതങ്ങ് റിമൂവ് ചെയ്യാം. വേണ്ട, മൊത്തത്തിലല്ല, അതിൽ സൗണ്ട് ജസ്റ്റ് സൗണ്ട് മാത്രം. ഓക്കെ,
ബാക്കിയുള്ളവർ ചെയ്യേണ്ട കേട്ടോ, അത് അവർക്ക് മനസ്സിലാവാൻ പറഞ്ഞു കൊടുക്കുന്നതാണേ. ഓക്കെ, ആ സൂപ്പർ ഡോട്ട് അവൻ കമന്റ് ചെയ്തേക്ക്. ഓക്കെ. ഇനി ഇവിടെ ബോൺ എന്ന് മാത്രം പാസ് ചെയ്തേ. ഓക്കെ, ഇനി ഒന്ന് എക്സിക്യൂട്ട് ചെയ്തേ. ഒന്നും പ്രിന്റ് ഓക്കെ. ഇനി ഇതിന്റെ താഴെ ഡോഗ് 1 ഡോട്ട് സ്പീക്ക് ഒന്ന് പ്രിന്റ് ചെയ്തേ. ഡോഗ് 1 ഡോട്ട് സ്പീക്ക് മാത്രം കേട്ടോ. ഓക്കെ. അയ്യോ, പ്രിന്റ് വേണ്ട, ജസ്റ്റ് ഡോഗ് 1 ഡോട്ട് സ്പീക്ക് വിളിച്ചാൽ മതി, പ്രിന്റ് ഒന്നും വേണ്ട. ഓക്കെ, ഇത് മാത്രം മതി. യെസ്, ഡോഗ് 1 ഡോട്ട് സ്പീക്ക് അത് മാത്രം വിളിച്ചാൽ മതി. വിളിക്കൂ, ഡോഗ് 1 ഡോട്ട് സ്പീക്ക് മതി. അതിൻ്റെ ഉള്ളിൽ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ, അതുകൊണ്ട് നോ ഇഷ്യൂസ്. ഓക്കെ. ഒന്ന് എക്സിക്യൂട്ട് ചെയ്തത്. ഒരു എറർ അടിച്ചു. എന്താണ് എറർ? ഡോഗ് ഹാസ് നോ ആട്രിബ്യൂട്ട് സൗണ്ട് അല്ലേ? അതെ. ആക്ച്വലി സ്പീക്കിംഗ് നമ്മളിപ്പോ പറഞ്ഞ, ഇപ്പൊ ശിഖപ്പ പറഞ്ഞ ലോജിക്കലിസ്റ്റ് ഫുഡ് മാത്രം മതി അല്ലേ? നമുക്ക് ഇവിടെ പാരന്റ് പ്രോപ്പർട്ടിയും കൂടെ അക്വയർ ചെയ്യുക എന്ന ഒരു കാര്യം ഉണ്ടല്ലോ. ഉണ്ട്. സോ ഇവിടെ എനിക്ക് ഒരു പ്രോപ്പർട്ടിനെ അക്വയർ ചെയ്യാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഒരു പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യണ്ടേ അതിനെ? പാസ് ചെയ്യണം. അതെ, പാസ് ചെയ്യണ്ടേ. ഇവിടെ ഞാൻ ഈ ഒബ്ജക്റ്റ് ഞാൻ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? കൺസ്ട്രക്ടറിലും അതേ വാല്യൂ ഉണ്ടെന്നല്ലേ? ഓ യാ, അതെ അതെ, അതുകൊണ്ടാണ് നേരത്തെ മനസ്സിലായി. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഫുഡ് കഴിഞ്ഞിട്ട് സൗണ്ടും കൂടെ സ്പെസിഫൈ ചെയ്തു. സൂപ്പർ ഡോട്ട് ഇനേറ്റ് എന്ന് പറഞ്ഞിട്ട് സൗണ്ടിനെ വെച്ച് അങ്ങ് ഇൻവോക്ക് ചെയ്തു. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. അതെ, പഴയ പോലെ ആക്കിക്കേ ഫുഡും സൗണ്ടും. അതായത് പേരന്റിനെ അതാണ് പറഞ്ഞത്, പേരന്റിനെ നമുക്ക് ഇൻവോക്ക് ചെയ്യണമെങ്കിൽ സൂപ്പർ ഡോട്ട് വെച്ചാണ് വിളിക്കേണ്ടത്. ഇൻവോക്ക് ചെയ്യേണ്ടത്. സൂപ്പർ കീവേഡ് യൂസ് ആണ് ഇൻവോക്ക് ചെയ്യുന്നത്. സൂപ്പർ കീവേഡ് വെച്ച് ഇൻവോക്ക് ചെയ്യുമ്പോൾ അവിടെ പാരാമീറ്ററിൽ മിസ്മാച്ച് വന്നു ഇല്ലേ? ഇവിടെ പാരാമീറ്ററിൽ മിസ്മാച്ച് വന്നില്ലേ? വന്നു. സോ പാരാമീറ്റർ മിസ്മാച്ച് ഒഴിവാക്കാനാണ് നമ്മൾ എന്ത് ചെയ്തത്? കൺസ്ട്രക്ടറിന്റെ കൂടെ സൗണ്ടും കൂടെ പാസ് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം ഇതിന്റെ ഇനീഷ്യലൈസേഷൻ നടന്നത് എവിടെയാ? ഇവിടെ പാരന്റ് ക്ലാസ്. ആ സൂപ്പർ ഡോട്ട് കമന്റ് ചെയ്തേ. ക്ലിയർ ആയോ? 2 ലൈൻസ് ഇപ്പൊ ക്ലിയർ ആയി. നെക്സ്റ്റ് എന്ത്? സെൽഫ് ഡോട്ട് ഫുഡ് ഈക്വൽസ് ഫുഡ്. അപ്പോഴോ നെക്സ്റ്റ് ലൈൻ സെൽഫ് ഡോട്ട് ഫുഡ് ഈക്വൽസ് ഫുഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? പിന്നെ നമ്മൾ ഫുഡിനെയും ഇത് ചെയ്യും, ഇനീഷ്യലൈസ് ചെയ്തു അല്ലേ? ഓക്കെ. സെൽഫ് ഡോട്ട് ഫുഡ്. പിന്നെ ഞാൻ പറഞ്ഞു സ്പീക്ക് എന്ന് പറഞ്ഞ അതേ ഫംഗ്ഷൻ നെയിം ആണ് ഇവിടെയും യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അല്ലേ? സൂപ്പർ ഡോട്ട് സ്പീക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ആരാ ഇൻവോക്ക് ആവുക? സ്പീക്കിനെ അല്ലേ? ഏത് സ്പീക്കാണ്? പാരന്റിന്റെ ചൈൽഡിന്റെയോ? സൂപ്പർ കീവേഡ് പാരന്റിനെ ആക്സസ് ചെയ്യാനാണ്. അതെ, പേരന്റിനെയാണ് ഇൻവോക്ക് ചെയ്തേക്കുന്നത്. പേരന്റിനെ ഇൻവോക്ക് ചെയ്തു, പാരന്റിനെ വിളിക്കും. കറക്റ്റ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇവിടെ എഴുതാനുള്ള കണ്ടന്റ് എഴുതി കൊടുത്തു. സൗണ്ടിനെയും ഇവിടെ പ്രിന്റ് ചെയ്യിച്ചു അല്ലേ? ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ. ഇപ്പൊ അതെങ്ങനെയാ വരുന്നത് നോക്കിക്കേ. എന്നിട്ട് ഇപ്പൊ എന്താ കാണിക്കുന്നേ? init is missing required parameter. പക്ഷേ 2 പ്രാവശ്യം ബാർക്ക് വന്നു. ഇവിടെ പാസ് ചെയ്തോ? ഒബ്ജക്റ്റിൽ പാസ് ചെയ്തോ വാല്യൂവിനെ? ലൈൻ നമ്പർ 35 ഒബ്ജക്ട് ക്രിയേഷൻ. ഒബ്ജക്ട് ക്രിയേഷൻ എവിടെയാടാ? ഒബ്ജക്ട് ക്രിയേഷൻ അല്ല മാം, 35 എന്താ? ലൈൻ നമ്പർ 35 സോറി 15 തെറ്റി പറഞ്ഞതാടാ. 15. ഓക്കേ. ബോൺ മാത്രല്ലേ പാസ് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ എത്ര പാരാമീറ്റേഴ്സ് ഉണ്ട് കൺസ്ട്രക്ടറില്?
ഇത് മാത്രമേ പക്ഷെ ഒരെണ്ണത്തിനും കൂടെ ഒരെണ്ണത്തിനെ കൂടെ പാസ് ചെയ്താലേ കൺസ്ട്രക്ടർ പാസ് ആവത്തുള്ളൂ. ഉള്ളു. ഞാനപ്പം ഫുഡ് അല്ലേ? ഫുഡ് അല്ല അല്ല, ഫുഡ് അല്ല, സൗണ്ട്. എന്താ ബാർക്ക് കൊടുത്തോളൂ, ഡബിൾ കോട്ട്സ്. ഓക്കെ. ഇനി ഡോഗ് വൺ ഡോട്ട് സ്പീക്കിനെ വിളിക്കുമ്പോ ആരെയൊക്കെ കിട്ടും? ബാർക്കിനെയും ബോണിനെയും പ്രിന്റ് ചെയ്യണം. വേണ്ടേ? ഓക്കെ, വേണം. ഓക്കെ, ഒന്ന് എക്സിക്യൂട്ട് ചെയ്തേ. ഇതിൽ ആദ്യത്തെ ബാർക്ക് ഏതാ? ബാർക്ക് ഇവിടുത്തെ പാരന്റ് അല്ല പാരന്റ്. അതെ. അതെ. ബാക്കി പ്രിന്റ് ആര് ഏതിന്റെയാണ്? രണ്ടാമത്തെ ബാർക്ക് ചൈൽഡിന്റെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് ബോൺ പ്രിന്റ് ആയി അല്ലേ? മിസ് എറർ വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ഷെയർ ചെയ്തേടാ. പക്ഷെ ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. ഉണ്ടായിരുന്ന പുകമറ മൊത്തത്തിൽ മാറിഞ്ഞില്ലേ? ശരിയായി. ഓക്കെ. ഇനി ശീഖ സ്റ്റോപ്പ് ചെയ്തോ, ഡയാന ഷെയർ ചെയ്താൽ മതി. ഞാൻ സ്റ്റോപ്പ് ചെയ്യണം, ഞാൻ ഇത് നോക്കിയിരിക്കുകയായിരുന്നു. ഇവിടെ ഫുഡ് ഈക്വൽസ് കൊടുക്കണ്ട മാം. വേണ്ട, ഫുഡ് ഈക്വൽസ് കൊടുക്കണം. ബൈ ഇറ്റ് സെൽഫ് എടുത്തോളൂ. ജസ്റ്റ് വാല്യൂസ് മാത്രം പാസ് ചെയ്താൽ മതി. അവിടെ ഫുഡ് വേണ്ട അല്ലേ? ഫുഡ് വേണ്ട, ഈക്വൽസും വേണ്ട, ഫുഡും വേണ്ട. രണ്ടും റിമൂവ് ചെയ്യാം. വാല്യൂസ് മാത്രം പാസ് ചെയ്യാം. സൗണ്ടിന്റെ അടുത്ത് ഈക്വൽ വേണോ മാം? സൗണ്ടിന്റെ അടുത്തും ഈക്വൽസ് വേണ്ട. സൗണ്ടും വേണ്ട, ഈക്വൽസും വേണ്ട. ഇത്ര മതി. എക്സിക്യൂട്ട് ചെയ്തേനി. ഡബിൾ കോഡ്സ് കൊടുക്കണം കേട്ടോ. ഏജും കൂടെ പാസ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഡയാനയുടെ കേസിൽ ഒരു പാരാമീറ്ററും കൂടെ ഉണ്ട്. എന്താണ്? സൗണ്ട് കോമ ഏജ് പാസ് ചെയ്തിട്ടുണ്ട് പാരന്റിൽ. കണ്ടോ? മുകളിൽ പോയിക്ക്. പാരന്റ് ക്ലാസ് ഏതാടാ? പാരന്റ് ക്ലാസ്സിലേക്ക് പോയിക്ക്. അതിന്റെ കൺസ്ട്രക്ടറിൽ എത്ര പാരാമീറ്റേഴ്സ് ഉണ്ട്? എത്ര എണ്ണടാ? എവിടെയാണല്ലേ? മനസ്സിലായി. ഒന്നെങ്കിൽ ആ ഏജ് റിമൂവ് ചെയ്താലും മതി, പ്രശ്നമില്ല. ഓക്കെ. ക്ലിയർ ആയോ? മനസ്സിലായി. സോ ഇതിന്റെ ഇത് തരാം, അസൈൻമെന്റ് ഞാൻ തരാം. എന്നിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. മാം ഇതിന്റെ മാത്രം നോട്ടും കൂടി എനിക്കൊന്ന് തരുമോ? ഇതിന്റെ ഇൻഹെറിറ്റൻസിന്റെ നോട്ടാണോടാ? ജസ്റ്റ് അതിന്റെ മാത്രം ഒരു ടീച്ചിങ് നോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തരുമോ? ഞാൻ നോക്കട്ടെ. ഞാൻ നോക്കിയിട്ട് ഷെയർ ചെയ്ത് തന്നാൽ മതി. നിങ്ങക്ക് കോമൺ ആയിട്ട് ഷെയർ ചെയ്യാം. മതി മാം. ഞാൻ നോക്കട്ടെ. ഞാൻ അപ്പൊ തന്നെ അത് നോക്കാം. എന്താ പറയാ, ഇതിന്റെ മതി. ഈ പർട്ടിക്കുലർ നമ്മളിപ്പോ ചെയ്തില്ലേ, അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആയാലും മതി. എന്തെങ്കിലും തന്നാ മതി. ഇറ്റ്സ് ഓക്കെ. ഓക്കെ, ഞാൻ ആദ്യം തന്നെ ഇൻഹെറിറ്റൻസിന്റെ തിയറി പാർട്ട് തരാം നിങ്ങൾക്ക്. മറ്റേ ലെക്ചർ നോട്ടായിട്ട് ഇല്ല ആക്ച്വലി. ഞാനത് നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ പറഞ്ഞു തരാണ് ചെയ്യാറുള്ളത്. ഞാൻ എൻ്റെ ഒരു വേറെ ടീച്ചിങ് നോട്ടായിട്ടൊന്നും ഇല്ല കയ്യില്. ഞാൻ ഉദ്ദേശിച്ചത് മാം, ഇത് ഇപ്പൊ എനിക്ക് ഇതെനിക്ക് മനസ്സിലായി. പക്ഷെ എന്നാലും എനിക്ക് ഇതൊന്ന് എക്സ്പ്ലെയിൻ. അതായത് ഇതിപ്പോ എന്താണ് ചെയ്തേക്കുന്ന ഈച്ച് ലൈൻ, അത് നമ്മൾ എങ്ങനെയാണ് ഇൻവോക്ക് ചെയ്യുന്നത്, അതിന്റെ ഒരു കാര്യം ചെയ്യാം. ഞാനേ ഇതിലെ ഓരോ ലൈൻസിലും ഓരോ കമന്റ്സ് ആഡ് ചെയ്തിട്ട്, ഓരോ ലൈൻസിന്റെ കമന്റ്സ് ആഡ് ചെയ്തിട്ട് ഞാൻ എൻറ്റയർ കോഡ് നിങ്ങൾക്ക് വാട്സാപ്പിൽ തരാം. ഓക്കെ, അതായാലും മതി മാം. ഞാൻ ചെയ്ത ടൈപ്പ് തരാം. ഓക്കെ മാം. ഇന്നത്തെയും അതിന് മുമ്പത്തെ ക്ലാസ്സിന്റെ റെക്കോർഡിങ്സ് ചെയ്യാൻ തരാട്ടോ. ഞാൻ അയച്ചു തരുന്നുണ്ട്. ഇന്നത്തെയും കഴിഞ്ഞ ദിവസത്തെ സെഷൻസിന്റെ കൂടെ ഒരുമിച്ച് അയച്ചു തരാവേ. ഞാൻ യൂട്യൂബ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം. സെയിം ലിങ്ക് ആയിരിക്കും? അപ്പൊ ഡിഫറെന്റ് ലിങ്ക് ആയിരിക്കും. ഓക്കെ. യൂട്യൂബ് വീഡിയോസിന്റെ ലിങ്ക് മാറത്തില്ലേ?
അതല്ല ഞാൻ ഉദ്ദേശിച്ച ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ആ സെയിം യൂസ് ചെയ്ത് കാണാം, പ്രൊഫൈൽ യൂസ് ചെയ്ത് കാണാമല്ലോ എന്ന് വിചാരിച്ചാ. പ്രൊഫൈൽ ഇല്ല, അതെന്റെ ആക്ച്വലി എന്താ പറയുക, പ്രൈവറ്റ് വീഡിയോ തരാൻ പറ്റുന്നില്ല. പ്രൈവറ്റ് വീഡിയോ ആണെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റില്ല. പബ്ലിക് വീഡിയോ ആണെങ്കിൽ നോർമൽ യൂട്യൂബ് വീഡിയോസ് കാണുന്ന പോലെ എടുത്ത് കാണാം. അങ്ങനെ എടുത്തോളൂ. കാരണം ചിലർക്ക് സൈൻ ഇൻ ഇഷ്യൂസ് വരുന്നുണ്ട്. ചിലർക്ക് സൈൻ ഇൻ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സൈൻ ഇൻ ചെയ്താലും ദിസ് വീഡിയോ ഇസ് പ്രൈവറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക ചെയ്യുന്നത്. പ്രിന്റൂന് അങ്ങനെയാണ് വന്നത്. സോ അതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് പബ്ലിക് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്ത് തരുന്നത്. എല്ലാവർക്കും ഒരുപോലെ ആക്സസിബിൾ ആവുമല്ലോ. ശരിയാ. ഓക്കെ മാം, ഇനി അങ്ങോട്ട് പോകുന്തോറും ഇങ്ങനത്തെ